അപ്പോൾ നമ്മളിത് ഫിഷിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒത്തിരി നാളുകൾക്ക് ശേഷം എന്ന് പറയാം നമ്മളൊരു ഫിഷിങ്ങിന് ഇറങ്ങിയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി. രഞ്ജിത്ത് ഒരു സ്ഥലത്ത് മീനില്ല, അതുകൊണ്ട് ഒരു സ്ഥലത്ത് പോയിട്ട് കറങ്ങി തിരിഞ്ഞ് അവസാനം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്, അടുത്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഒന്ന് വന്നു നോക്കിയതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ വന്നില്ല എന്ന് പറഞ്ഞ് ഒത്തിരി പേര് എന്തായാലും നമ്മളെ വിളിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മളിന്ന് ഫിഷിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കതേ ഇതാണ് ഏരിയ, നമുക്കൊന്ന് പോയിട്ട് വരാം ഏതായാലും. ഓക്കെ, ഗണ്ണൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതായിരിക്കണം എല്ലാം സെറ്റാട്ടോ, എല്ലാം സെറ്റാണ്. നമുക്കിനി മീൻ അടിച്ചാൽ മാത്രം മതി ഏതായാലും. ഓക്കെയാണോ? അപ്പോൾ ആദ്യത്തെ കുറേ നാളത്തെ സ്പോട്ടിൽ പോയിട്ട് കിട്ടിയില്ല. രണ്ടാമത്തെ സ്പോട്ടിൽ എത്തിയിട്ട് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നു. അടിച്ചിട്ട് അത്യാവശ്യം നല്ലൊരു മീനാണ്. പക്ഷെ നൂറ് കിടന്ന് ഓർമ്മ ഇത് കറങ്ങണേ. മതി മതി മതി. ഓക്കെ, അല്ല ബ്രിഡ്ജ് തീർന്ന് പറഞ്ഞാണ് കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷം കേട്ടോ. അതെ, അപ്പോൾ നമ്മളിത് ഇതിനെ ഫ്രണ്ടില്ലാത്ത അമ്പ് ഇട്ടിട്ട് അടിച്ചാണ്. അത് ചെയ്തുണ്ടോ? ഫ്രണ്ടില്ല. ഓക്കെ, ഈ തുറന്ന് ഇങ്ങനെ അമ്പ് കിടന്നു, ഈ വട്ടം നൂല കിടന്നോളും. അടിപൊളി കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ മീൻ കംപ്ലീറ്റ് ഭയങ്കര പേടിയാണ്, ഒരു രക്ഷയില്ല. അത് കാരണം പ്രസാദ് ഇല്ലിക്കാട്ടിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. ഇല്ലിക്കാടിൻ്റെ ഉള്ളിൽ കയറി നിന്നിട്ടാണ് അടിക്കാൻ പ്ലാൻ ചെയ്തേക്കണത്. ആദ്യം ഒരു നല്ലൊരു വരാലിനെ കണ്ടായിരുന്നു, അതിനെ നോക്കിയാണ് ആ ഇല്ലിക്കാട്ടിൽ കയറിയിരിക്കുന്നത്. ആണോ? അടിച്ചു നോക്ക് നോക്ക്, ഒരു നല്ല സൈസ് വരാലിനെ അടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ദൂരെയായിരുന്നു, കറക്റ്റ് നല്ല ദൂരം. നല്ല സൈസ് വരാലാന്നാ പറഞ്ഞത്. ഈ അരികൾ പോയേക്കാണ്. ഞാൻ ആദ്യം കൊണ്ടില്ലാന്ന് വിചാരിച്ചിരുന്നത്. സപ്പോർട്ട് അല്ല, ചങ്കം വരാനുണ്ടോ? ആഹാ, അത് സൂപ്പർ വരാല്. അടിച്ചിട്ടേ ചങ്കം വരാലുണ്ട്. അടുത്ത് പിടിച്ചോ. ഇപ്പുറത്ത് നമ്മുടെ അമ്പങ്ങ് പോയേക്ക്. ആഹാ, നല്ല ചങ്കം വരാലുണ്ട്. അടിപൊളി വരാല്, നല്ല തനി, നല്ല അടിപൊളി സാധനം കേട്ടോ. ഏറെ നാളുകൾക്ക് ശേഷം കേട്ടോ നമുക്ക് ഇങ്ങനത്തെ ഒരു ഐറ്റത്തെ കിട്ടുന്നത്. കണ്ടോ, നമ്മൾ ഞങ്ങളെ ഒരുമിച്ച് ഇറങ്ങുന്നത് തന്നെ ഏറെ ഗ്യാപ്പുകൾക്ക് ശേഷമാണ്. എന്തായാലും ഒത്തിരി സന്തോഷമായി. ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് കിടക്കുന്നത് പിന്നെ ഇതിനിടയ്ക്ക് ഒരു ഇത് പറയാണ്, നമ്മളൊരു അടിപൊളി തെറ്റാലി ഉണ്ടാക്കുന്നുണ്ട്. ആരിതുവരെയായിട്ട് ഉണ്ടാക്കാത്ത അത്രയ്ക്ക് ഫെസിലിറ്റീസ്, അത്രയ്ക്ക് ക്യൂട്ടായിട്ടുള്ളൊരു സാധനം. അപ്പോൾ അതിൻ്റെ വീഡിയോ വരുന്ന കഴിയുമ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, യെസ്. പക്ക ഫൈൻ ഷോട്ടാണ് കേട്ടോ. യെസ് യെസ്, അടിപൊളി മീനാണ് കേട്ടോ.
കിടുക്കാച്ചി ഷോട്ടാണ്, കിടുക്കാച്ചി ഷോട്ട്. ആ തല പൊളിഞ്ഞു പോയി. ഏതായാലും ചങ്ങ ഷോട്ടാർന്ന് പറഞ്ഞേ, അവൻ്റെ കർണം മൂളി കേട്ടോ. ഗോപ്രോയിൽ ലൈവ് കിട്ടിയ കറക്റ്റായിട്ട് ലൈവായി കിട്ടി. നമുക്ക് ഗോപ്രോ ഇച്ചിരി പ്രശ്നക്കാരനാണ് ഞങ്ങളുടെ. ഒന്നും ചെയ്യണ്ടായില്ല, എൻ്റെ ചെകിള പൊളിഞ്ഞ ഏതായാലും. അപ്പോൾ നമ്മൾ ദൈവം ഫിഷിങ്ങിന് വലിയ കാര്യമായിട്ട് വന്ന് സന്തോഷിച്ച് വന്ന ഏരിയ കേട്ടോ. മൊത്തം കുളവാഴ കേട്ടോ. അതെ എന്താ ഫുള്ള് കുളവാഴ കയറി കിടക്കുകയാണ്. അതെ ഇപ്പോൾ ഈ സാധനം എല്ലാ തോട്ടിലും ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങളിപ്പോൾ 2-3 തോടാണ് ഈ വന്നത്. അതെ ഉണ്ടോ? നിങ്ങളുടെ ഏരിയയിലൊക്കെ ഈ അവസ്ഥയിൽ ഈ സമയത്ത് എങ്ങനെയാണ്, ഈ കുളവാഴ ഉണ്ടോ എന്നുള്ളത് നമ്മുടെ ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക ഏതായാലും. കാരണം ഇതിന് കറക്റ്റ് സീസൺ ഉണ്ടോ എന്നൊക്കെ ഒന്ന് അറിയാമല്ലോ ഏതായാലും. ഓക്കെ, വീണ്ടും നമുക്ക് പഴയ സ്ഥലത്തായിട്ട് തന്നെ പോകാം ഏതായാലും. ഇവിടെ ഇല്ലേ? അയ്യോ ഡബിളാ, 2 എണ്ണം. ഡബിളാണ്ടോ? പ്രതീക്ഷിച്ചില്ല. ഒന്ന് വെച്ചാൽ 2. ഒത്തിരി നാളായി ഞങ്ങൾക്ക് ഡബിളൊക്കെ കിട്ടിയിട്ട് കണ്ടോ. പിന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മളെ സ്ഥിരം നമുക്ക് അമേരിക്കയിൽ നിന്ന് വിളിക്കുന്ന ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. പുള്ളി പല വട്ടം വിളിച്ചു ചോദിച്ചത് എന്താ വീഡിയോ അല്ലേ എന്ന്. അപ്പോൾ അത് അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോടുള്ള ബിലാലും ചോദിക്കാറുണ്ട്. ബിലാലെ തകർത്തിട്ടുണ്ട് കേട്ടോ. അതേ കണ്ടോ, നല്ലൊരു ബ്രാൻഡിനെയും കിട്ടിയിട്ടുണ്ട്. ടിൻസ് അടിപൊളി. അതുകൊണ്ട് നല്ലത് ജോഡി ഒപ്പിച്ച് കിടക്കണ്ട. ഓരത്തിൻ്റെ തലേക്കടെയാണ് കയറിപ്പോയത്. അത് കണ്ട ഓരത്തിൻ്റെ പുറംപൊഴിയാണ് കയറിപ്പോയത്. അടിപൊളി പക്ക ഷോട്ടാണ്ടോ, പക്ക ഷോട്ട്. ആ ഓക്കേടാ. ഓട്ടമാണ്. ഓ വാലേക്കട ജസ്റ്റ് ഉള്ളൂ കേട്ടോ. എൻ്റെ പൊന്നെ അടിച്ച് തകർത്തിട്ടുണ്ട് കേട്ടോ. അവിടെ കിട്ടിയില്ല. അധികം കളിക്കണ്ട. നൂല കണ്ടമാനം പോയിട്ടുണ്ട് അങ്ങോട്ട്. എൻ്റെ പൊന്നു, നല്ല വെളുത്ത സാമ്പാർ. വേണ്ടേ അടുത്തത്? അടിപൊളി. ഏതായാലും ഇന്നത്തെ ദിവസം വലിയ കുഴപ്പമില്ല അല്ലേ. ഒത്തിരി നാൾക്ക് ശേഷം ഞങ്ങളൊന്ന് ഗ്യാങ് ആയത്. അതായത് യെസ്. എന്ത് സിലോപ്പിയാണോ? വേറെന്താന്ന് ഓട്ടം കണ്ടിട്ട് എന്താ വല്ല വള്ളിയിലൊക്കെ കയറി കുടിക്കുന്നു. എന്താ പരീക്ഷണം വേണ്ട, അതെടുക്കാം. ബ്രൈഡ് ഒരു തൊട്ട ഉടക്കും. എന്താ പരീക്ഷണം വേണ്ട, അതെടുക്കാം. ഉടക്കി പോയി. ഏതായാലും ഉടക്കിപ്പോയി. എന്നിട്ട് നീള കിടന്നെടുത്തു. നല്ല കിടു ഷോട്ടാട്ടോ. അതെ ഉണ്ടോ, നല്ല കരയിൽ വെച്ച് അടിച്ച് പിടിച്ചേക്കുമാരി ഉണ്ട്. അത്ര മർമ്മ സ്ഥാനമാണ്. അപ്പോൾ അതെ നമ്മുടെ ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞതേ ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പാട്ടോ. കണ്ടോ അത്യാവശ്യം നല്ലോണം മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു കിടുക്കം വരാലിനെ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു വരാൽ. അവൻ്റെ വെള്ള കളറാണ് കിടു സാധനം. എന്തായാലും നല്ല ഒരു വലിയ വരാലാണ്. അതിനെ കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു 5-6 സിലോപ്പിനെ കിട്ടിയിട്ടുണ്ട്. അത് കുറേ നാളെത്തി നമ്മൾ പിടിക്കാൻ ഇറങ്ങിയതാണ്, എന്നിട്ട് കിട്ടിയേക്കണതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്രയൊക്കെ പറയാനുള്ളൂ. എന്തായാലും നമ്മുടെ
ചാനൽ 5000 സബ്സ്ക്രൈബേഴ്സ് ആവാറായി. അപ്പോൾ ഈ വീഡിയോയോട് കൂടി നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്തത് ഒന്ന് 5ലേക്ക് എത്തിക്കുക എല്ലാവരും. അപ്പോൾ ഇത് മാത്രം ഒന്ന് എല്ലാവരും ഒന്ന് ഓർക്കുക, നമ്മുടെ 5Kയിലേക്ക് എത്തിക്കാൻ മാക്സിമം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഓക്കേ.